വർഷകാല സമ്മേളനം സമാപിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷം ബി.ജെ.പിക്ക് മേൽ സമഗ്രമായ ആധിപത്യം സ്വന്തമാക്കി. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട കേന്ദ്ര സർക്കാരിന് ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പേരിൽ സർക്കാരിന് മേൽ തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തുന്നതോടൊപ്പം മണ്ഡല പുനർനിർണയം, വനിതാ സംവരണം, വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ ഭേദഗതികൾ തുടങ്ങിയ കേന്ദ്രത്തിന്റെ സുപ്രധാന നിയമനിർമ്മാണ അജണ്ടകളെ താൽക്കാലികമായെങ്കിലും തടയാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്കും അതിനുശേഷമുണ്ടായ പിളർപ്പുകൾക്കും പാർട്ടി മാറ്റങ്ങൾക്കും ശേഷം സമ്മേളനത്തിന് മുന്നോടിയായുള്ള അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമായിരുന്നില്ലെന്ന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇന്ത്യ മുന്നണി നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. പ്രതിപക്ഷം നിരാശയിലാണെന്നും രാഷ്ട്രീയ അന്തരീക്ഷം പൂർണ്ണമായും സർക്കാരിന് അനുകൂലമാണെന്നുമായിരുന്നു പരക്കെ ഉയർന്നിരുന്ന ധാരണ. അതിനെ പൊളിച്ചെഴുതിയ ഇന്ത്യ മുന്നണി കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുകയായിരുന്നു. വനിതാ സംവരണ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ ബിൽ കൊണ്ടുവരുന്നതിനും മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കുന്നതിനും ആവശ്യമായ ഭൂരിപക്ഷം എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാൻ സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നുണ്ടെന്ന ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നു. DMK ഇന്ത്യ മുന്നണിയോടൊപ്പം മുന്നോട്ട് പോകാൻ താൽപര്യപ്പെടാത്തതും തൃണമൂൽ കോൺഗ്രസിൽ ഭിന്നതകൾ ഉയർന്നതും NCP ശരത് പവാർ വിഭാഗം അവ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചതും പ്രതിപക്ഷത്തെ കൂടുതൽ ദുർബലപ്പെടുത്തിയേക്കുമെന്ന ആശങ്കകളും ഉണ്ടായിരുന്നു. കൂടുതൽ നടപടികളൊന്നുമില്ലാതെ വർഷകാല സമ്മേളനം അവസാനിച്ചപ്പോൾ 12 ബില്ലുകൾ പാസാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ ലോക്സഭയിൽ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷം പാസാക്കിയത് ഒരു ബിൽ മാത്രമാണ്. എങ്കിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമായി അവതരിപ്പിക്കാനും പാർലമെന്റിനെ ഒരു വേദിയാക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ഏതാനും ചില നേതാക്കളൊഴികെ ഭൂരിഭാഗം പ്രതിപക്ഷ നേതാക്കൾക്കും വലിയ നിരാശയൊന്നുമില്ല എന്നതാണ് സത്യം. മറിച്ച് ആഭ്യന്തര ഭിന്നതകൾ പുറത്തുവരാതെ സൂക്ഷിക്കുന്നതോടൊപ്പം താൽക്കാലികമായെങ്കിലും രാഷ്ട്രീയ അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. കൂടാതെ പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം നയിക്കാറുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പാർലമെന്റിലെ സാന്നിധ്യമില്ലായ്മ തങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടമായെന്നും കരുതുന്നുണ്ട്. BJP വരുത്തിയ അപൂർവമായ ഒരു പിഴവായിരുന്നു അത്. ശക്തനായ അമിത്ഷാ പാർലമെന്റ് ഒഴിവാക്കിയത് ഭയന്നിരിക്കുകയാണെന്ന പ്രചാരണം അഴിച്ചുവിടാൻ ഇന്ത്യ സഖ്യത്തെ സഹായിച്ച ഘടകമാണ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ല. അവർ പവലിയനിൽ തന്നെ ഇരുന്നു. ടേണിംഗ് പിച്ചിൽ ബാറ്റ് ചെയ്യാൻ അവർ ഭയപ്പെട്ടു. BJPയുടെ പ്രതിരോധത്തെ ഇന്ത്യ സഖ്യത്തിലെ MP-മാർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. ജൻസി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് വഴിവെക്കുകയും ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ഭാവി നീക്കങ്ങളിലും പാർട്ടിയുടെ അടിത്തറ ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയുടെ പേരിൽ സർക്കാരിനെയും അമിത്ഷായെയും ആക്രമിക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തൊഴിലില്ലായ്മയും തൊഴിലവസരങ്ങളുടെ കുറവും BJP സർക്കാരിന്റെ വലിയൊരു ബലഹീനതയായി മാറാമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയാണ് പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചതെങ്കിലും യുവാക്കൾക്കിടയിലുള്ള വ്യാപകമായ അമർഷത്തിന്റെ പ്രതിഫലനമാണിതെന്നാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതിനോടൊപ്പം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടെന്ന് സമാജ്വാദി പാർട്ടി വിശ്വസിക്കുന്ന രാമക്ഷേത്ര സംഭാവന വിവാദം അഥവാ ചന്ദാ ചോരി കൂടി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രചാരണ പദ്ധതികളുടെ മുൻനിരയിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. ജന്തർ മന്ദർ പോലീസ് നടപടിക്കെതിരായ പ്രതിപക്ഷത്തിന്റെ ധാർമ്മിക നിലപാടിന് ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് സർക്കാർ റാഞ്ചിയിൽ പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയ പോലീസ് നടപടി ചെറിയ തിരിച്ചടിയായെങ്കിലും പോലീസ് നടപടി തെറ്റാണെന്നും താൻ പ്രതിഷേധക്കാർക്കൊപ്പമാണെന്നും വ്യക്തമാക്കുന്ന സന്ദേശം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകിയതോടെ BJPക്ക് ആ ആയുധവും നഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ വർഷകാല സമ്മേളനത്തിൽ ശക്തമായ ഇടപെടലോടെ പ്രതിപക്ഷ പാർട്ടികളുടെയും രാഹുൽ ഗാന്ധി എന്ന ഊർജ്ജസ്വലനായ നേതാവിന്റെ പ്രസക്തി നഷ്ടമായിട്ടില്ലെന്ന് ഉറപ്പും നൽകിയാണ് പാർലമെന്റിന് തിരശ്ശീല വീണിരിക്കുന്നത്.